കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് CPM നേതാവ് പി ജയരാജനും രംഗത്തെത്തി. പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമെന്നാണ് പി ജയരാജന്റെ ചോദ്യം. വല്ലാത്ത ചോദ്യമാണ്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, എന്താണ് പി ജയരാജന് പ്രത്യേകിച്ച് കൊടിസുനിയോടൊരു മനുഷ്യാവകാശ സ്നേഹം? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ പി ജയരാജൻ സ്വീകരിക്കുന്ന നിലപാട് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപദേശക സമിതി അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നേരത്തെ ഇത്തരത്തിൽ ജയിലിൽ ശിക്ഷയിൽ കഴിയുന്ന ആളുകൾക്ക് കൊടിയുടെ നിറം നോക്കിയല്ല പരോളിന് അനുമതി നൽകാറുള്ളത്. അവരുടെ മാനുഷിക വശം പരിഗണിച്ച് അവർക്ക് പരോൾ നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് നൽകണമെന്നുള്ളതാണ്. ഇപ്പോൾ കൊടിസുനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 6 വർഷക്കാലമായി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മ നൽകിയ പരാതിയിൽ മാനുഷിക പരിഗണന എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ജയിൽ വകുപ്പ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് പി ജയരാജന്റെ വിശദീകരണം. ഒപ്പം തന്നെ കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാവർക്കും പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ജീവപര്യന്തം ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരോട് തിരികെ എത്തണമെന്ന് ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് ആ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് വീണ്ടും അവർക്ക് കാലാവധി നീട്ടി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയും അതേ തുടർന്ന് ജയിൽ വകുപ്പ് സ്വീകരിച്ച നിലപാടിലും എന്ത് മഹാപരാധമാണ് ഉള്ളത് എന്നുള്ളതാണ് പി ജയരാജൻ ചോദിക്കുന്നത്. ഏതെങ്കിലും കൊടിയുടെ നിറം നോക്കിയാണ് ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നുള്ള വാദം തെറ്റാണ് എന്നുള്ളത് കൊടിസുനിയെ കൂടുതൽ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.